ഇത് എന്തോന്നറേ എപ്പോൾ തുടങ്ങിയ നക്കലാണ്? ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ ഇത്രയും നക്കൽ വേണോ? ഈ നക്കി നക്കി വല്ല ടേസ്റ്റും ഉണ്ട്? അതാ ഇന്നലത്തെ സാമ്പാർ പോലെ ഊളായി പോകൂ. ഇത് തന്നാണ് ഞാൻ നോക്കട്ടെ. കൈ പൊള്ളിക്കോ. ഇന്നലെ തന്നെ സാമ്പാറിന് എന്തിനായിരുന്നു കുഴപ്പം? ഒരു കുറച്ച് ഉപ്പ് കൂടിപ്പോയിന്, അതല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നല്ലേ എന്നും അതുപോലെയാണോ? അല്ലല്ലോ. എന്തെങ്കിലും കറിക്ക് കുറ്റമുണ്ടോ അപ്പം വിളിച്ച് പറയും. ആരിയ്ക്കുന്നു എന്നൊന്നും നോക്കൂല. കറിക്ക് ഒരു ശകലം ഉപ്പ് കൂടിയല്ല, ഉപ്പ് കൂടി എരി കൂടി എല്ലാം വരും. എന്നാൽ കറി കൊള്ളാമെങ്കില നമ്മൾ ബാക്കിൽ നടന്ന് ചോദിക്കണം, കൊള്ളാമോ കൊള്ളാമോ കൊള്ളാമോ. നമ്മളെന്താണ് മനസ്സിൽ ചിന്തിച്ചെടുക്കണം. കറി കൊള്ളാമെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ മിണ്ടൂല, കറി കൊള്ളൂലെങ്കിൽ മിണ്ടും. അങ്ങനെ നമ്മൾ ഊഹിച്ചെടുക്കണം. വളരെയധികം കഷ്ടപ്പെട്ട് ചൂടൊന്നുമില്ല ഇതൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കാണ് 100 കുറ്റം. എന്നിട്ട് എൻ്റെ അമ്മ അങ്ങനെ വയ്ക്കും, എൻ്റെ കുഞ്ഞമ്മ അങ്ങനെ വയ്ക്കും, എൻ്റെ വല്യമ്മ അങ്ങനെ വയ്ക്കും. ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യമായിരിക്കുമല്ലോ. എന്നാൽ അവർ വയ്ക്കുന്ന അവരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ കേട്ടെങ്കിലും കൊള്ളാമെന്ന്? ഇല്ലല്ലോ. ആ പാവങ്ങളും ഇതുപോലെ വച്ച് തന്നിരിക്കും, ഒരു വകയും പറയൂല. കൊള്ളൂലെങ്കിൽ 100 നാക്കാണ്, കൊള്ളാമെങ്കിൽ വാ തുറക്കൂല. കുറേ പച്ചക്കറിയോ മീനോ ഇറച്ചിയൊക്കെ ചുമ്മാ മുറിച്ചിട്ട് പൊടിയും തട്ടിയ കറിയാവൂല. അത് അതിൻ്റേതായിട്ടുള്ള രീതി കിട്ടാലേ കറിയാവുള്ളൂ. അത് വെച്ചുകൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും അവരുടെ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന? ആകാശം ഒടിഞ്ഞൊഴു? ഇല്ലല്ലോ. കൊള്ളൂലെങ്കിൽ 100 അഭിപ്രായമാണ്, കൊള്ളാമെങ്കിൽ ഒരു അക്ഷരം ഇണ്ടൂല. ഈ കൊള്ളാമെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഈ വച്ചുകൊണ്ട് വരുന്നവർക്ക് ഒരു കിട്ടുന്ന സന്തോഷമുണ്ട്, അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാരുടെ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എല്ലാവരും അല്ല, ആത്മാർത്ഥമായിട്ട് കൊള്ളാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്.